ആവേശത്തിൽ തന്നെയാണ് തിരുവല്ലയിലെ NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണിയും. അനൂപ് വല്ലാത്ത ആവേശമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഇത്രയധികം സന്തോഷമുള്ള വേറൊരു മുഹൂർത്തമില്ല. കാരണം ഇത്രയും വലിയൊരു ഗംഭീരമായൊരു പരിപാടി നടന്നു. പ്രധാനമന്ത്രിജി നമ്മൾ റിക്വസ്റ്റ് ചെയ്തു, അദ്ദേഹം വന്നു. വലങ്കയാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സ്നേഹം അത് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. കാരണം അത്രത്തോളം അദ്ദേഹം എന്നെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ വികാരധീനനായി പോകുന്നൊരു കാര്യമാണ്. കാരണം അദ്ദേഹം എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം തീർച്ചയായിട്ടും തിരുവല്ലയ്ക്കും ലഭിക്കും. അത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഈ മോദി വന്നുപോയി, പ്രത്യേകിച്ച് അതുകൊണ്ടൊന്നും സംഭവിക്കില്ല എന്നാണ് ഇടത് വലത് സ്ഥാനാർത്ഥികൾ കാണുമ്പോൾ പറയുന്നത്. എന്താണ് അതിനോടുള്ള പ്രതികരണം? നോക്കൂ, ഇതിനുള്ളൊക്കെ പ്രതികരണം കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ജനങ്ങൾക്ക് മോദിയോട് താല്പര്യമുള്ളതുകൊണ്ടല്ലേ ഇത്രയും നേരം 5 മണിക്കൂർ നേരം 12 മണിക്ക് ആളുകൾ വന്നാണ്. ഇത്രയും നേരം ഈ ഗ്രൗണ്ടിന്റെ വലിപ്പം അറിയില്ല. ഇത്രയും ആളുകൾ തടിച്ചുകൂടി. അദ്ദേഹം തന്നെ പറഞ്ഞു, അനങ്ങാതെ ഇവിടെ ഇരിക്കുകയാണ് 5-6 മണിക്കൂറായിട്ട്, വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ. അപ്പോൾ അത്രയും ആളുകൾ ഇവിടെ ഇരിക്കുമ്പോൾ അവരാരും എന്താ പറയുന്നത്, ഈ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കാർക്കും മോദിജി വന്നിരിക്കുന്ന 5 മണിക്കൂർ ഇരിക്കുന്ന വെറുതെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളൊന്നും അല്ലാതെ മനസ്സിലാക്കാൻ. തിരുവല്ലയിൽ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് തന്നെ സംഭവിക്കുകയാണ് സ്വാഭാവികമായിട്ടും. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പരിപാടിയും ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള പരിപാടിയും ഇത്രയധികം ജനങ്ങളുടെ ട്രാക്ഷൻ. കാരണം അദ്ദേഹം വരുന്ന വഴിയിൽ മുഴുവൻ ആളുകളായിരുന്നു. അവരാരും BJP വിളിക്കുകയോ ഒന്നും വന്നവരല്ല. അവരെല്ലാം ആളുകൾ നരേന്ദ്രമോദിയെ കാണാനുള്ള ഉത്സാഹവും ആഗ്രഹം കൊണ്ട് റോഡിൽ വന്ന് നിൽക്കുകയായിരുന്നു, വെയിലും കൊണ്ടുകൊണ്ട്. അപ്പം ഇതെല്ലാം തിരുവല്ല ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്ന ലക്ഷണമല്ലേ? ഈ എന്താണ് അനൂപിന്റെ ഒരു കോൺഫിഡൻസ്? ഇപ്പം 3-4 മാസമായി, അതിനു മുമ്പൊക്കെ ഇടയ്ക്ക് വന്ന് പോകുന്നുണ്ടായിരുന്നു, മണ്ഡലം കാര്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏതാണ്ട് അവസാനിക്കുകയാണ്, ഇനി വിരലിലെണ്ണാവുന്ന മണിക്കൂറുകൾ എന്നൊക്കെ പറയാം. എന്താണ് ഒരു കോൺഫിഡൻസിന് അടിസ്ഥാനം? എന്താണ്? നിരവധി കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, തിരുവല്ല ജനങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയില്ല, എന്നതാ പോലും നിലവിലെ MLA 20 വർഷമായി. ഇതല്ല ജനങ്ങൾ എക്സ്പെക്ട് ചെയ്ത ഡെവലപ്മെന്റ് 20 വർഷത്തിൽ നിന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. 2, അവരെ മാറ്റം ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിട്ട് അവർ കാണുന്നത്, നേരത്തെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ ഡബിൾ എഞ്ചിൻ മോഡലാണ്. കേന്ദ്രത്തിന്റെ പിൻബലത്തോടു കൂടി ഒരു MLA ആണെന്നുണ്ടെങ്കിൽ തിരുവല്ലയുടെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള വികസന കാര്യങ്ങൾ ഒരു MLAയുടെ ഒരു കപ്പാസിറ്റിയിൽ നിൽക്കുന്നതല്ല. അതിന് വലിയ പൊട്ടൻഷ്യൽ വേണം, വലിയ സപ്പോർട്ട് വേണം. അത് തീർച്ചയായിട്ടും എനിക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. 3, ഇവിടുത്തെ പ്രവർത്തകർ, ഇവിടുത്തെ BJPയുടെ NDAയുടെയും പ്രവർത്തകർ, അവർ ഗ്രാസ് റൂട്ട് ലെവൽ അധ്വാനിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട്. അവർ മാത്രമല്ല, BJPയെ സ്നേഹിക്കുന്നവർ, നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്നവർ, എന്നെ സ്നേഹിക്കുന്നവർ, ഇവരെല്ലാവരും വലിയ രീതിയിൽ അധ്വാനം നടത്തിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അതെല്ലാമാണ് എൻ്റെ കോൺഫിഡൻസ്. ഒരു 30,000 അല്ലെങ്കിൽ 35,000 നിന്ന് ഒരു 50,000 എത്താൻ കഴിയും എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അതിനൊക്കെ മുകളിൽ പോയി ഇത്തവണ ഒരു വലിയ വിജയമായിരിക്കും ഇവിടെ ഇത്തവണ തിരുവല്ലയിൽ കിട്ടാൻ പോകുന്നത്. എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞു, വലിയ വിജയമായിരിക്കും ഇത്തവണ തിരുവല്ലയിൽ കാണാൻ പോകുന്നത്. നമ്മൾ എന്തിനാ വെറുതെ നമ്പറുകളിലേക്ക് പോയിട്ട് അതിനെ കുറച്ച് കാണിക്കുന്നത്? കാരണം ജനങ്ങളുടെ വിശ്വാസത്തെയും ജനങ്ങളുടെ സ്നേഹത്തെയും ഒന്നും നമ്പറിലൊന്നും ഞാൻ അളക്കാൻ താല്പര്യപ്പെടുന്നില്ല. ജനങ്ങൾ മുഴുവൻ എന്നോടൊപ്പം നിൽക്കുന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി എത്തിയതോടെ വലിയ ആവേശത്തിൽ തന്നെയാണ് BJP ക്യാമ്പുള്ളത്. BJPയുടെ പ്രതീക്ഷ അങ്ങനെയാണ്. അതിനും അപ്പുറത്തേക്ക് 3 സ്ഥാനാർത്ഥികളും തിരുവല്ലയിൽ വിജയം പ്രതീക്ഷിക്കുകയാണ്. എന്താണ് തിരുവല്ലയിൽ സംഭവിക്കുന്നത് എന്നറിയാൻ മെയ് 4 വരെ കാത്തിരിക്കണം. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം G. ശ്രീജിത്ത്, News 18 തിരുവല്ല.